ഈ വീഡിയോ കാണുമ്പോഴേ മനസ്സിന് വേദനയും ഒപ്പം വല്ലാത്ത ദേഷ്യവും തോന്നുകയാണ്. സത്യത്തിൽ എങ്ങോട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പോക്ക്? എങ്ങോട്ടാണ് നമ്മൾ കുട്ടികളെ നമ്മൾ കൊണ്ടുപോകുന്നത്? ഞാൻ കുട്ടികളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, രക്ഷിതാക്കളോടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വലിയ പ്രതീക്ഷയിലാണ് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നത്. ഞാനൊരു അധ്യാപകനാണ്. എന്നെ പോലത്തെ അധ്യാപകരുടെ കാലുകൾ വെട്ടി മാറ്റിയിരിക്കുകയാണ്, കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണ്, കണ്ണുകളും കാതുകളും അടച്ചു വെക്കാൻ വേണ്ടി പറയുകയാണ്. ഇനി പൊതുബോധമുള്ള സമൂഹത്തിലെ ആളുകൾക്കും ഒന്നിലും ഇടപെടാൻ പറ്റില്ല. അവർ കൺമുന്നിൽ ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ തല്ലിക്കൊല്ലുന്നത് കണ്ടാൽ പോലും ഇടപെടാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ആലോചിച്ചോക്ക്, സൂംബ എന്ന് പറയുന്ന ഒരു ഡാൻസിനെതിരെ പ്രതികരിച്ച അധ്യാപകനെ 2 ദിവസം അതിന് മുന്നേ സസ്പെൻഡ് ചെയ്ത സംവിധാനം ഇവിടെ ഉണ്ട്. എന്നാൽ അതേസമയം കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയെ തല്ലിക്കൊന്നിട്ട് ആ കൊന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഭരണകൂടം അല്ലെങ്കിൽ വാദിക്കുന്ന നിയമ സംവിധാനമാണ് നമുക്കിവിടെ ഉള്ളത്. അവിടെ രക്ഷിതാക്കൾ ആ കൊലപാതകളെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജാമ്യത്തിലിറക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ചുറ്റിലും ഇത്തരം കാഴ്ചകൾ കാണുന്നത്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? +1 പഠിക്കുന്നു എന്ന കാരണം കൊണ്ടാണോ +2കാരൻ +1 പഠിക്കുന്ന കുട്ടികളെ ഇതുപോലെ തല്ലുന്നത്? ഞാൻ +1ഉം +2 മാത്രമല്ല, നിരത്തുകളിൽ നിരന്തരമായി ഇതുപോലെ കാണുകയാണ്. ശരിക്കും നമ്മുടെ സാമൂഹിക ചുറ്റുപാടിലും വിദ്യാഭ്യാസ സംവിധാനത്തിലൊക്കെ അടിമുടി മാറ്റം അനിവാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു തലമുറയാണ് അധ്യാപകർ പഠിപ്പിക്കേണ്ടി വരുന്നത് എങ്കിൽ എങ്ങോട്ടായിരിക്കും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പോക്ക്? സോ രക്ഷിതാക്കളായ നമ്മൾ ഓരോ ആളുകളും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ നമ്മളല്ലാതെ ഈ ലോകത്ത് വേറൊരാളുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം.